പക്ഷേ നമുക്ക് പല ഗോൾസ് ഉണ്ടായിരിക്കും, റൈറ്റ്? ചിലവർക്ക് ബോഡി ബിൽഡ് ചെയ്യണമെന്നുള്ള ഗോൾ ആയിരിക്കും, ചിലവർക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള ഗോൾ ആയിരിക്കും, ചിലവർക്ക് ഇപ്പോൾ ഒരു എക്സാം ഉണ്ടായിരിക്കും, ഒരു ടാസ്ക് ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ് ആക്കാന്നായിരിക്കും, ചിലവർക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടായിരിക്കും, അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനകത്തുനിന്ന് മെന്റലി എസ്കേപ്പ് ചെയ്യാന്നുള്ള കാര്യമായിരിക്കും, റൈറ്റ്? നമുക്കുള്ളത് ഒരിക്കലും ഒരു റാഡ് മൈൻഡ് സെറ്റ് അല്ല, ആരും റെസ്പെക്ട് ചെയ്യാത്തൊരു മൈൻഡ് സെറ്റ് അല്ല, ആർക്കും ഇഷ്ടമല്ലാത്തൊരു മൈൻഡ് സെറ്റ് അല്ല, ആരും ഒരു വാല്യൂ തരാത്തൊരു മൈൻഡ് സെറ്റ് അല്ല. നിങ്ങൾ രാവിലെ എണ്ണിച്ചാൽ തന്നെ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് എന്റർടൈൻമെന്റ് അല്ലാതെ എന്ത് ഇൻഫോർമേഷൻ ആണ് അതിനകത്തുനിന്ന് ഇവന്മാർ നിങ്ങൾക്ക് തരുന്നത്? അതിന് നിങ്ങളൊന്ന് ഉത്തരം താ. തുള്ളുന്ന കാണാൻ അതാ? കമോൺ ബ്രോ, കമോൺ, ഗ്രോ ബ്രോ. നിങ്ങളിതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാൻ രാവിലെ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് കഥയിൽ ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നത്, കണ്ണ എണ്ണിക്ക്. ഞാൻ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ എണ്ണിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അമ്മയാണ്. ഇതെന്തൊരു ഉറക്കമാണ്, സമയം 10 മണിയായി, എണ്ണിക്കുന്ന അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ അതുപോലെ തന്നെ കിടന്നുറങ്ങി. ഞാൻ എന്നിട്ട് നേരെ എൻ്റെ ഫോൺ എവിടെയാണെന്ന് ഞാൻ ഇങ്ങനെ തപ്പിപ്പിടിച്ചു. ഞാൻ ഫോൺ എടുത്ത് വെച്ച് നോക്കി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് നേരെ കയറിയത് വാട്സപ്പിലേക്കാണ്. വാട്സപ്പിൽ കയറിയപ്പം അന്നത്തെ ദിവസം കളയാനുള്ള സംഭവം വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട്. ഞാൻ ഫോൺ നോക്കി, നമ്മുടെ K2വിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, കുറേ മെസ്സേജസ് ഇങ്ങനെ കിടക്കുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരെ സൈറ്റിൽ കയറി നോക്കിയപ്പം സപ്ലി, ഒരു 2 സബ്ജക്റ്റ് സപ്ലി. അമ്മയാണെങ്കിൽ വെളിയിൽ നിൽപ്പുണ്ട്. എനിക്കിനി ഭയങ്കരമായിട്ട് ടെൻഷൻ വരാൻ തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഇനി ഇന്നത്തെ ദിവസം മൊത്തം അമ്മയും കൂടെ കൊണ്ട് കളയും. ഞാൻ എന്തു ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം? അവിടെ തന്നെ കിടന്നുറങ്ങി. വിളി കേട്ടതുമില്ല, എണ്ണിച്ചതുമില്ല, അവിടെ തന്നെ കിടന്നുറങ്ങി. പക്ഷെ ആ സമയത്ത് ഞാൻ ടൈം ട്രാവൽ ചെയ്ത് പോയതിൻ്റെ കൂട്ടി ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ പറ്റി, എന്തുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടിന്യൂസ്ലായിട്ട് മിസ്റ്റേക്ക് പറ്റുന്നു? ഞാൻ ആ സബ്ജക്റ്റ് തോക്കാൻ കാരണം, ഞാൻ വലിയ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളൊന്നും ആയിട്ടല്ല പറയുന്നത്, ബട്ട് എന്നാലും നമ്മളൊരു ടാസ്കിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ, നമ്മളൊരു വർക്കിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം നമുക്ക് ഡിസിപ്ലിൻ ഇല്ലെന്നും നമുക്ക് ഡെഡിക്കേഷൻ ഇല്ലെന്നും നമ്മൾ അതിന് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നതുമാണ് അതിന് കാരണം. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എടുത്തൊരു കാര്യമാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ അന്ന് സംഭവിച്ചു എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ആ ചോദ്യം നമ്മളോട് ചോദിക്കുന്നില്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നമുക്കൊരു ഗുഡ് മോർണിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിലോ, നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ഡേ ഹാപ്പി ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ഒരു ഡേ, ഇന്നത്തെ ഡേ ഒരു ഹൈ എനർജി ഉള്ള, ഹൈ ഹാപ്പിനെസ് ഉള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജാതകമല്ല, നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ റിലീജിയൻ അല്ല, ഇതൊന്നുമല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ മോർണിംഗിൽ എന്ത് റൊട്ടീനാണ് ചെയ്യുന്നത്, നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയാണ്. നിങ്ങൾ രാവിലെ എണ്ണിക്കുന്നത് ഭയങ്കര എനർജി ഇല്ലാത്തൊരു ഇതായിട്ട്, ഇന്ന് രാവിലെ ഞാൻ എണ്ണിച്ച് ജോലിക്ക് പോകണോ, എനിക്ക് പോവാതില്ല, ഷോൾഡറും ഇങ്ങനെ ഒടിച്ചിട്ടിട്ട്. അപ്പൊ ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നേരെ ഫോൺ എടുക്കും. ഡോപ്പമിൻ ഉണ്ടല്ലോ, ഫ്രീ ഡോപ്പമിൻ, അങ്ങനെയാണ് ചെയ്യുന്നത്. കള്ളത്തരമാണ് ഞാൻ പറയുന്നത്, അല്ലല്ലോ? കള്ളത്തരമാണ് ഞാൻ പറയുന്നത്? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളോട് എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അത് കണ്ടിട്ടല്ലേ നമ്മളും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയോ നിങ്ങളുടെ സൊസൈറ്റിയോ ബിലീവ് ചെയ്യാൻ പോകരുത്. കാരണം എന്തെന്ന് വെച്ചാൽ അവരൊരു റാറ്റ് മൈൻഡ് സെറ്റിലാണ് ജീവിക്കുന്നത്. അവർക്ക് എന്താണ് ഈവൻ റാറ്റ് മൈൻഡ് സെറ്റ് എന്നും ഈഗിൾ മൈൻഡ് സെറ്റ് എന്നും പോലും അറിയത്തില്ല. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കള്ളത്തരമാണെന്ന് റിയലി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് അവർ ലൈഫിൽ ചെയ്യുന്നത്? അവരൊരു പെട്ടിക്കകത്താണ്, ഒരു എലിപ്പെട്ടിക്കകത്താണ്. നമുക്കൊരിക്കലും അങ്ങനെ ആവണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു ഫോളോ ആൻഡ് കീപ് എ മോർണിംഗ് റൊട്ടീൻ. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്, നമുക്കൊരു മോർണിംഗ് റൊട്ടീൻ വേണം. നിങ്ങൾക്ക് ഈ എനർജി, ഈ ഹാപ്പിനെസ്സോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡിലുള്ളൊരു തോട്ട്, ഒരു ഇൻഫർമേഷൻ ബാക്കിയുള്ളവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബോഡി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, യു നീഡ് ടു ഹാവ് എ മോർണിംഗ് റൊട്ടീൻ. ഇപ്പൊ ചിലവന്മാർ പറഞ്ഞു, ബ്രോ എനിക്ക് മോർണിംഗ് റൊട്ടീൻ ഒന്നും വേണ്ട, എനിക്ക് നേരെ അങ്ങ് കയറി വന്ന് പൈസ അങ്ങ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എനിക്ക് നേരെ പെട്ടെന്ന് അങ്ങ് ബോഡി ബിൽഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ സ്വിച്ച് ഇട്ട പോലെ സോൾവ് ചെയ്യണം എന്നാണ് എല്ലാവരും തിങ്ക് ചെയ്തിരിക്കുന്നത്. ബ്രോ, നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ എല്ലാ കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റും, ബ്രോ ഇതൊക്കെ എളുപ്പമാണ്, ഇതെല്ലാം സിമ്പിൾ ആണ്, നിങ്ങളിങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങനെ തല കുത്തിയിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി, ഒരു കാര്യമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളോട് അങ്ങനെ പറയത്തില്ല. കാരണം എൻ്റെ എയിം അതല്ല, നമ്മുടെ ഇസഡ് ഗ്രൂപ്പിന്റെ മോട്ടോയും അതല്ല. സോ ഞാൻ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ്? നിങ്ങൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം കിട്ടുന്നത്? ബ്രോ, ലിറ്ററലി 90% ഓഫ് ആൾക്കാരുടെയും മുന്നിൽ, അവരെ പിന്നിലാക്കി നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പറ്റും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. കീപ് എ മോർണിംഗ് റുട്ടീൻ. ഇറ്റ്സ് എ നമ്പർ 1 തിങ് യു ക്യാൻ ഡു. ബ്രോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണ്, എത്രമാത്രം വിഷമകരമായ സിറ്റുവേഷനിലാണ് ബ്രോ നിങ്ങൾ ഇരിക്കുന്നെങ്കിലും എനിക്കും നിങ്ങളുടെ പെയിൻ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, എത്രമാത്രം വിഷമിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇസഡ് ഗ്രൂപ്പിന്റെ സെൽഫ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ചെയ്യുക. ആൻഡ് യു നീഡ് ടു ഹാവ് എ ഗുഡ് മോർണിംഗ് റുട്ടീൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നമ്പർ 1 നിങ്ങൾക്ക് മോർണിംഗ് റുട്ടീൻ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. വേറെ ഒന്നുമില്ല ബ്രോ. നിങ്ങൾ തലകുത്തിക്കാനോ, നിങ്ങൾ എവിടെയെങ്കിലും പോയി പൈസ കൊടുത്ത് എന്തെങ്കിലും സാധനം മേടിക്കാനോ, നിങ്ങൾക്ക് ആ മിഷ്യൻ വേണമെന്നോ ഈ മിഷ്യൻ വേണമെന്നോ അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. നിന്നോടാണ് ഞാൻ പറയുന്നത്. യു നീഡ് ടു വേക്ക് അപ്പ് ഏർലി. ഈ നമ്പർ 1 തിങ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കൊരു മിനിമലിസ്റ്റിക് ആയിട്ടൊരു ടൈം സെറ്റ് ചെയ്ത് തരികയാണ്. നമുക്കറിയാം, നമുക്ക് 8 മണിക്കൂറൊന്നും ചിലവർക്ക് ഉറങ്ങാൻ പറ്റാത്തവരുണ്ടായിരിക്കും, ചിലർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരുണ്ടായിരിക്കും, ചിലർക്ക് നൈസായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാണുമായിരിക്കും. സോ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതാണ് ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഉറങ്ങിയിരിക്കണം. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ 8:30 ആകുമ്പോഴത്തേക്ക് കിടക്കും, പക്ഷെ ഒരു 10 മണിയാകുമ്പോഴായിരിക്കും ഉറങ്ങുന്നത്, റൈറ്റ്? പക്ഷെ 5 മണിയാവുമ്പോൾ എണ്ണിക്കും. ഇന്ന് ഞാൻ എണ്ണിച്ചത് 5 മണിക്കാണ്, റൈറ്റ്? സോ നിങ്ങൾ രാവിലെ എണ്ണിക്കുകയാണെങ്കിൽ ബ്രോ നിങ്ങൾ വിജയിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബ്രോ, നിങ്ങൾ രാവിലെ എണ്ണിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എനർജി ഷിഫ്റ്റ് വേണമെങ്കിൽ, ഇപ്പോൾ നിൽക്കുന്ന ഈ റാറ്റ് ലൈഫിൽ നിങ്ങളെ ആരും റെസ്പെക്ട് ചെയ്യാത്ത, എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും നിങ്ങളെ പുച്ഛിക്കുന്ന ഈ ഒരു റാറ്റ് ലൈഫിൽ നിന്നും നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ രാവിലെ എണ്ണിക്കുക. വേക്ക് അപ്പ് അറ്റ് 5 AM. പക്ഷേ പൊട്ടന്മാർ റൂട്ട് ആവരുത്. 12 മണി വരെ ഫോൺ കണ്ടുകൊണ്ടിരുന്ന്, 12 മണി വരെ പോണി വല്ലവന്മാരെയും കണ്ടുകൊണ്ടിരുന്ന് അടിച്ചുകൊണ്ടിരുന്നിട്ട് എണ്ണിക്കാൻ ഇരിക്കരുത്. നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു തെറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ ഇല്ല. സോ നമ്പർ 1 തിങ്, വേക്ക് അപ്പ് അറ്റ് ഏർലി. ഞങ്ങൾ ടൈം പറഞ്ഞിട്ടുണ്ട്. 9:30 ആകുമ്പോൾ കിടക്കുക, 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരും. 5 മണിയാകുമ്പോൾ എണ്ണിക്കുക. ഒരിക്കലും ഫോണിൽ കിടക്കുന്ന സമയത്ത് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കരുത്. ഒരിക്കലും ഫോണിൽ കിടക്കുന്ന സമയത്ത്, നമ്മൾ പറഞ്ഞ 9:30 സമയത്ത് രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കൊരടിക്കൊണ്ടിരിക്കരുത്. റീല് കണ്ടുകൊണ്ടിരിക്കരുത്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഫോൺ കാണാൻ തോന്നുന്നെങ്കിൽ ലോങ് ഫോർമാറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വായിക്കുക. ഓക്കെ, ഡു ഇറ്റ് ബ്രോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡീപ് സെക്ഷൻ. എന്താണ് ഡീപ് സെക്ഷൻ? കുറെ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ട്, എന്താണ് ബ്രോ ഡീപ് സെക്ഷൻ? ബ്രോ, ഡീപ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാൾ അവോയ്ഡ് ചെയ്യുന്ന നിങ്ങളുടെ വർക്ക്, അതാണ് ഡീപ് സെക്ഷൻ. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്നറിയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പം ആൾക്കാരോട് പോയി സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു സോഷ്യൽ പേഴ്സൺ ആയിട്ട് മാറണം, എനിക്കൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആയിട്ട് മാറണം, എനിക്ക് കുറേ ആൾക്കാരെ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും, അങ്ങനെയെല്ലാം ആഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. ഒരു ഡൗട്ടും അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട, പക്ഷെ നമുക്ക് പല ഗോൾസ് ഉണ്ടായിരിക്കും, റൈറ്റ്? ചിലവർക്ക് ബോഡി ബിൽഡ് ചെയ്യണമെന്നുള്ള ഗോൾ ആയിരിക്കും, ചിലവർക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നുള്ള ഗോൾ ആയിരിക്കും, ചിലവർക്ക് ഇപ്പോൾ ഒരു എക്സാം ഉണ്ടായിരിക്കും, ഒരു ടാസ്ക് ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ് ആക്കാന്നായിരിക്കും, ചിലവർക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടായിരിക്കും, അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനകത്തുനിന്ന് മെന്റലി എസ്കേപ്പ് ചെയ്യാന്നുള്ള കാര്യമായിരിക്കും, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളും പല പല പ്രോബ്ലംസും ഉണ്ട്. പക്ഷെ അത് വെച്ചിട്ട് ആ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്, ആ ഒരു ഇമോഷണൽ പ്രശ്നമുണ്ട്, ആ ഒരു ഹെൽത്ത് ഇഷ്യൂ എനിക്ക് അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഡീപ് സെക്ഷൻ നമ്മൾ ചെയ്യാതിരുന്നാൽ അത് മണ്ടത്തരമാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഡീപ് സെക്ഷൻ ആണ് നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുതരുന്നത്, നമ്മുടെ ഡീപ് സെക്ഷൻ ആണ് നമുക്ക് പൈസ കൊണ്ടുതരുന്നത്, നമുക്ക് ഡീപ് സെക്ഷൻ ആണ് നമുക്കൊരു വർക്ക് ചെയ്തു, ഇത്ര നാൾ നിങ്ങൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് കാണിക്കും? ഓ, നിങ്ങൾ കോളേജിൽ പോയിട്ടുണ്ടല്ലേ, ഓ നിങ്ങൾ അവിടെ പാസ് ചെയ്തിട്ടുണ്ട്, പാസ് മാർക്ക് മേടിച്ചിട്ടുണ്ട്, അതാ നിങ്ങളുടെ അച്ചീവ്മെന്റ്. ഓ, നിങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടല്ലേ, ഓ ആനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ, 1 മണിക്കൂർ ഒന്നും അല്ലല്ലോ, സീരീസ് കണക്കിനില്ലേ, എത്ര അങ്ങാണ്ട് എപ്പിസോഡല്ലേ, 1000 എപ്പിസോഡോ, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. നല്ല ഇല്ലേ? പോക്കിമോൻ കൊണ്ടു തരുമായിരിക്കും നിങ്ങൾക്ക് കഴിക്കാനുള്ളത്. ബ്രോ, റാഡ് മൈൻഡ് സെറ്റ്. വി നീഡ് ടു ഡു ഡീപ് സെക്ഷൻ. നിങ്ങൾ രാവിലെ എണ്ണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പല്ല് തേച്ചില്ലെങ്കിൽ പോലും ഐ ഡോണ്ട് കെയർ,
യു നീഡ് ടു ഡു ഡീപ് സെക്ഷൻ. ആ 2 മണിക്കൂർ 5 to 6, 6 to 7, ആ 2 മണിക്കൂർ നിങ്ങൾ ഡീപ് സെക്ഷന് വേണ്ടി ആയിരിക്കണം. ഫുൾ ഫോക്കസ് കൊടുക്കുക. നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യുക. ഈ വീഡിയോ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തത് രാവിലെ 5 മണിക്കാണ്, 5 to 7 മണിക്കാണ്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ കോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ഇവിടെ എൻ്റെ അടുത്തിരുന്ന് നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്താലും ഈ കാര്യം നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ എനർജി ഷിഫ്റ്റിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഹെൽത്തിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ സ്ട്രെങ്തിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഇമോഷണൽ കൺട്രോളിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഒരു എക്സ്ക്യൂസും ഇല്ല. യു നീഡ് ടു ഡു വർക്കൗട്ട്. യു നീഡ് ടു ഗോ ടു ദ ജിം. നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ഇല്ലാത്തമാര് കാണുമായിരിക്കും. എനിക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പ്രശ്നം കാണുമായിരിക്കും. ജിമ്മിൽ ഇപ്പോൾ സമ്മതിക്കാത്ത ഒരു പേരൻസ് കാണുമായിരിക്കും. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മളോട് ഈ സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന ചില മിസ്കൺസെപ്ഷൻ കൊണ്ട് അവർ നിങ്ങളെ ജിമ്മിൽ വിടുന്നുണ്ടായിരിക്കും, ജിമ്മിൽ വിടത്തില്ലായിരിക്കും, ചിലരെ വിടുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ജിമ്മിൽ പോകുന്ന ബെസ്റ്റ് തിങ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേ വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വീട്ടിലിരുന്നാലും ഹാർഡ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആയിരിക്കണം. അതിനുള്ള പവർ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. ബിക്കോസ് നമുക്കുള്ളത് ഈഗിൾ മൈൻഡ് സെറ്റ് ആണ്. നമുക്കുള്ളത് ഒരിക്കലും ഒരു റാഡ് മൈൻഡ് സെറ്റ് അല്ല, ആരും റെസ്പെക്ട് ചെയ്യാത്തൊരു മൈൻഡ് സെറ്റ് അല്ല, ആർക്കും ഇഷ്ടമല്ലാത്തൊരു മൈൻഡ് സെറ്റ് അല്ല, ആരും ഒരു വാല്യൂ തരാത്തൊരു മൈൻഡ് സെറ്റ് അല്ല. നിങ്ങൾ രാവിലെ എണ്ണിച്ചാൽ തന്നെ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ള സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഫോൺ കണ്ടുകൊണ്ടിരിക്കുക, ഉള്ള എല്ലാ ബാഡ് ഹാബിറ്റ്സും ചെയ്യുക, കള്ളു കുടിക്കുക, അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുക, ഇതെല്ലാം ലിമിറ്റ് വിട്ട് ചെയ്യുക. സ്മോക്കിംഗ് ഈസ് ഡേഞ്ചർ ആണ്, ആൽക്കഹോളിന്റെ കാര്യം പറഞ്ഞാണ്. ലിമിറ്റ് വിട്ട് ചെയ്യുക. ഇതെല്ലാം മണ്ടത്തരമാണ്, മണ്ടത്തരം, റാഡ് മൈൻഡ് സെറ്റ് ആണ്. സോ നമുക്ക് വേണ്ട കാര്യം നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനൊരു പോസിറ്റീവ് എനർജി വരണമെങ്കിൽ അതിനൊരു സൈക്കിൾ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ പെതുക്കെ അല്ലേ അതിന് മൊമെന്റം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ബ്രോ, യു നീഡ് ടു ഗോ ടു ദ ജിം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു റീക്യാപ്പ് പെട്ടെന്ന് തരാം. നിങ്ങൾ രാവിലെ എണ്ണിക്കുക, ഏർലി എണ്ണിക്കുക, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഡീപ് സെക്ഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ വാക്കിന് പോവുക. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. നിങ്ങൾ രാവിലെ ഇറങ്ങും, നിങ്ങളൊരു നെഗറ്റീവ് എനർജി ഇട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എണ്ണിച്ചിട്ട് പോകാൻ തോന്നില്ല, ഒരു 7 മണിയൊക്കെ ആയി. പക്ഷെ നിങ്ങളൊരു ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടൊക്കെ ഇടുന്നു, നിങ്ങളൊരു ഷൂവോ ചെരുപ്പോ ഒക്കെ എടുത്തിടുന്നു, നിങ്ങൾ ജസ്റ്റ് രാവിലെ ഇറങ്ങി വെറുതെ നടക്കുന്നു. നടക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടും. സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓക്സിജൻ, പുത്തൻ ഓക്സിജൻ. എന്ത് ബ്യൂട്ടിയാണ്. നിങ്ങൾക്ക് എങ്ങനെ നെഗറ്റീവായിട്ടിരിക്കാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് ഈവൻ ഡിപ്രഷൻ വരും? ബ്രോ, നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട്, വിഷമമുണ്ട്, നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ, നിങ്ങളുടെ എനർജിയാണ് കാരണം, നിങ്ങളുടെ ഈ റൂമിൽ തന്നെ അടച്ചിരിക്കുന്നതാണ് കാരണം. സോ യു നീഡ് ടു ഗോ സ്റ്റാർട്ട് ബിൽഡിങ് തിങ്സ്. അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്, അത് മാത്രമല്ല നമ്മുടെ ബെനിഫിറ്റ്. നമുക്ക് എന്തൊക്കെ വേറെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് അറിയും. നമുക്ക് സോഷ്യൽ സ്കിൽസ് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെൽത്ത് നമുക്ക് ക്വാളിറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ബ്രോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ എക്സ്ക്യൂസ് എന്താണ്? ഓ, നിങ്ങൾക്ക് 1 മണിക്കൂറുള്ള ലൈവ് കാണണം ഇല്ലേ, വല്ലവന്മാരുടെയും ഒരു ഇൻഫോർമേറ്റീവ് അല്ല. ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വേറൊരു യൂട്യൂബറിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. എല്ലാവർക്കും അവരുടെ ഓഡിയൻസ് ഉണ്ട്, എല്ലാവർക്കും അവരുടെ കാര്യമുണ്ട്. ബട്ട് നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ഇങ്ങനെ 1 മണിക്കൂറുള്ള ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിനകത്ത് നിന്ന് എന്ത് ഇൻഫോർമേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് എന്ത് എന്റർടൈൻമെന്റ് അല്ലാതെ എന്ത് ഇൻഫോർമേഷൻ ആണ് അതിനകത്ത് നിന്ന് ഇവന്മാർ നിങ്ങൾക്ക് തരുന്നത്? അതിന് നിങ്ങളൊന്ന് ഉത്തരം താ. തുള്ളുന്ന കാണാൻ അതാ? കമോൺ ബ്രോ, കമോൺ, ഗ്രോ അപ്പ് ബ്രോ, കമോൺ. അതോ 1 മണിക്കൂർ പബ്ജി കളിക്കുന്നതാണോ? ഇങ്ങനെ കുതു അവിടെ അടിക്കുക ഇതാ? കമോൺ ബ്രോ, കമോൺ. സോ മൂന്നാമത്തെ തിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജിം ഓർ വർക്കൗട്ട് ഓർ ഈവൻ എ വാക്ക്. അതെങ്കിലും ചെയ്യുക, അത് ചെയ്യാതിരിക്കരുത്. ഇതാണ് മോർണിംഗ് റൂട്ടീൻ. ഇപ്പൊ എത്ര മണിയായിട്ടുണ്ടായിരിക്കും? നമ്മൾ 5 മണിക്ക് എണ്ണിച്ചു, 5 to 6, 6 to 7 വരെ നമ്മൾ എന്ത് ചെയ്തു? ഡീപ് സെക്ഷൻ ചെയ്തു. 7 to 8 വരെ നമ്മളൊരു വാക്കിന് പോയാൽ ജിമ്മിൽ പോയി. ഇപ്പം 8 മണിയായതേ ഉള്ളൂ, 8 മണി. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത്, 4ാമത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് പില്ലർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിങ്, മെഡിറ്റേഷൻ. ഡു മെഡിറ്റേഷൻ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക, നിങ്ങളുടെ
ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പല പല തോട്ട്സ് വരും, പല തോട്ട്സ് വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എണ്ണിച്ച് പോകാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബ്രോ നിങ്ങൾ എണ്ണിച്ച് പോകരുത്, അത് മണ്ടത്തരമാണ് എന്ന്. അതെന്താണ് അവിടെ സൈൻ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളാണ് റിയലി സത്യത്തിൽ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഡിക്കേഷനാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള തോട്ട് വരുന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? സോ യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. ബാക്കിയുള്ള സമയം 8 മണി കഴിഞ്ഞ സമയം നിങ്ങൾ വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പോകില്ല. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ 3 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഫോണോ ആപ്പോ കോപ്പോ ഒന്നും എടുക്കാൻ പോകണ്ട. ജസ്റ്റ് ഫോണിനകത്ത് ക്ലോക്ക് ഉണ്ട്, ക്ലോക്കിനകത്ത് ടൈമർ വെക്കുക, 3 മിനിറ്റ് വെക്കുക, അത്രേ ഉള്ളൂ. സമാധി ആവുക. റൈറ്റ്? വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. 5ാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ റിപ്പീറ്റ്ലി പറയും ബ്രോ. നിങ്ങൾ രാവിലെ എല്ലാവരും, എസ്പെഷ്യലി ഞാൻ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മടിയുള്ള ഒരു കാര്യമാണ്. ചില ദിവസങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു ഹാർഡ് ടാസ്ക് എനിക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നിങ്ങൾ രാവിലെ എണ്ണിച്ച് നിങ്ങളുടെ തല നനച്ചു നിങ്ങൾ കുളിച്ചിരിക്കണം, ഫ്രഷ് ആയിരിക്കണം. എനിക്കറിയാം ആമ്പിള്ളേരെ അറിയാം, എനിക്കറിയാം ബ്രോ, എനിക്ക് നിന്നെ അറിയാം, നല്ലോണം അറിയാം. ഞാൻ അവിടെ നിന്നിട്ടുണ്ട്, ഞാൻ അതുപോലുള്ള പരിപാടിയും കാണിച്ചിട്ടുണ്ട്. ഇനി വൈകിട്ടൊക്കെ കുളിക്കുക, രാവിലെ എണ്ണിച്ചിട്ട് കുളിക്കാൻ വയ്യ, അങ്ങനെ നമ്മളിരിക്കും. നല്ല സുഖമാണ് അങ്ങനെ ഇരിക്കുക, നല്ല രസമാണ് അങ്ങനെ ഇരിക്കുക. പക്ഷേ ഞങ്ങളോട് പറയുന്നു ബ്രോ, എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു എനർജി ഷിഫ്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ വേറൊരു എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ടോ? ഈ നിൽക്കുന്ന എനർജി ഇതൊരു റാഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു എനർജിയാണ്. ഈ എനർജി കൊണ്ട് നമുക്കൊരു പവറും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാറണം. ആ ഒരു പോസിറ്റിവിറ്റി വരണം. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു? എന്റെ മുഖത്ത് എന്താ പ്രസൻസ് വരുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോൾ? ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ മോർണിംഗ് റൊട്ടീനിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്ത് എനർജിയാണ് അറിയാമോ? എന്തെനർജി! ഞാൻ ഈ സമയമായിട്ട് ഇപ്പൊ 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ്. എത്ര എനർജി ഉണ്ടെന്നറിയാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതേ സെയിം ഞാൻ എണ്ണിക്കുന്ന ഒരു 10 മണിക്ക് എണ്ണിക്കുന്നു. 10 മണിക്ക് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 10 മണിയാകുമ്പോഴത്തേക്ക് ആ സമയത്ത് എണ്ണിക്കുന്നു. നേരെ ചളിഞ്ഞിരിക്കുന്നു, നേരെ ഇൻസ്റ്റാഗ്രാം കയറി ഒരു മണിക്കൂർ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ അങ്ങനെ ആയിരുന്നു. നേരെ ആരെങ്കിലും വന്ന് വീട്ടിൽ നിന്ന് വിളിക്കണം, എവിടെ എണ്ണിക്ക് കുഞ്ഞുമാവയില്ലേ, എണ്ണിക്ക്. അങ്ങനെ എണ്ണിക്കുന്നു. നേരെ ഇങ്ങനെ കുറ്റിക്കുറ്റിക്കിട്ടാണ് ഫുഡ് കഴിക്കുന്നു, ഒരുപാട് മധുരം കഴിക്കുന്നു, ഒരു കൺട്രോൾ ഇല്ലാതിരിക്കുന്നു, ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഡീജനറസി ലൈഫ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ബാഡ് ഹാബിറ്റാണ് നിങ്ങൾക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു മോർണിംഗ് റൂട്ടീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിപ്രഷൻ വരായിരിക്കും? എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോൺ മേടിക്കാൻ പറ്റും? അതിനുള്ള പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അതിനുവേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതൊരു ജസ്റ്റ് യൂട്യൂബ് ചാനൽ മാത്രമല്ല. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്രയും മോർണിംഗ് റുട്ടീനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ചിലർക്ക് ഇപ്പൊ തോന്നുമായിരിക്കും, ഇത് പ്രത്യേകിച്ച് 3 കാര്യമാണല്ലോ, 4ാമത്തെ കാര്യം ഫ്രഷ് ആണ്. ബ്രോ, നിങ്ങൾ നിങ്ങളെ ബിലീവ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്നെ ബിലീവ് ചെയ്യുക, ഇസഡ് ഗ്രൂപ്പിനെ ബിലീവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നാളെ രാവിലെ ചെയ്യുക. അത് 8 to 9 മണിയാണ് ഫ്രഷും മെഡിറ്റേഷനും ടൈം. 9 മണിയാവുമ്പോഴത്തേക്ക് നിങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഈ ദിവസത്തിന് വേണ്ടി, ഈ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി, ഇന്നത്തെ ദിവസം കോൺക്വർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഫോണിൽ നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ടില്ല, ഫോൺ കണ്ടുകൊണ്ടിരുന്നിട്ടില്ല, ഗെയിം കളിച്ചുകൊണ്ടിരുന്നിട്ടില്ല. 9 മണി ആയപ്പോഴത്തേക്ക് എന്ത് എനർജി ആയിരിക്കും, എന്ത് പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത്? നിങ്ങളിപ്പോൾ ഒരു ടാസ്ക് ഉണ്ട്, ഒരു പഠിക്കാനുള്ള ടാസ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലുള്ള ഹാർഡായിട്ടുള്ള ടാസ്ക് ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കൂ. നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലായാലും നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഐ ബിലീവ് ഇൻ യു. ഐ എം സോ എക്സൈറ്റഡ് ഫോർ യു. യു നീഡ് ടു ഡു ഇറ്റ് ആൻഡ് യു നീഡ് ടു ബി പാർട്ട് ഓഫ് സെഡ് ഗ്രൂപ്പ്. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother.